വേനൽ ചൂടിന്റെ കാഠിന്യത്താൽ ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ ജലാശയങ്ങൾ ശുചീകരിച്ച് മാതൃകയാവുകയാണ് സത്യസായി സേവാ സംഘം പ്രവർത്തകർ. ഇതിനകം 50ഓളം കുളങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കി മാറ്റിയത്. വേനൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ മലയോര മേഖലയിലടക്കമുള്ള പ്രദേശങ്ങളിലെ കിണറുകളിലെ വെള്ളം വറ്റിത്തുടങ്ങിയതോടെയാണ് ജലാശയ ശുചീകരണ പ്രവർത്തനവുമായി സത്യസായി സേവാ സംഘം പ്രവർത്തകർ രംഗത്തിറങ്ങിയത്. പ്രദേശത്തെ കുളങ്ങൾ ശുചീകരിച്ച് ജലക്ഷാമത്തിന് പരിഹാരം കാണുകയാണ് ഇവരുടെ ലക്ഷ്യം. 10ഓളം പ്രവർത്തകരാണ് ഓരോ ആഴ്ചയിൽ ഓരോ കുളം എന്ന ലക്ഷ്യത്തോടെ ശുചീകരണ പ്രവൃത്തി നടത്തുന്നത്. പായലും ചമ്മികളും നിറഞ്ഞുകിടക്കുന്ന കുളങ്ങളാണ് കൂടുതലും ശുചീകരിക്കുന്നത്. മാലിന്യം നിറഞ്ഞുകിടന്നിരുന്ന കുളങ്ങളും ജലാശയങ്ങളും ശുചീകരിച്ചതോടെ പല പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. തികച്ചും സേവന പ്രവർത്തനമായാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന് പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്ന ഷാജി പറഞ്ഞു. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ജലസ്രോതസ്സുകളൊക്കെ വറ്റി വരണ്ടു പോവുകയാണ്. ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണുള്ളത്. ശ്രീ സത്യസായി സേവാ സംഘടനയുടെ കീഴിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം ഈ വർഷം 25ാമത്തെ കുളമാണിത് ഇന്ന് കരിയാത്തങ്കാവ് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ ക്ലീൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ വർഷം കഴിഞ്ഞ വർഷവും കുറെ ക്ലീൻ ചെയ്തായിരുന്നു. നമ്മൾ വറ്റി വരേണ്ട ജലസ്രോതസ്സുകളും അതുപോലെ ഉപയോഗശൂന്യമായും പായൽ പിടിച്ചിട്ടുള്ള തണ്ണീർത്തടങ്ങളെല്ലാം വൃത്തിയാക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സത്യസായി സേവാ സംഘത്തിന്റെ വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജലാശയ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. പ്രവർത്തകരായ വിശ്വനാഥൻ KG, സുരേഷ് KV, ഷാജി തുടങ്ങിയവരാണ് ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. ക്ഷേത്രക്കുളങ്ങളും ഗ്രാമപഞ്ചായത്തിലെ പൊതുക്കുളങ്ങളും ശുചീകരിക്കുന്ന പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി.